ഭാഗ്യശീലനകൾ റൗണ്ടിലേക്ക് എത്തുന്നു സാൻഡ്ര ആൻഡ് മുഹമ്മദ് അലി. നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ കൂടെ മുഹമ്മദ് അലി ഇറങ്ങി വരുന്നത് കാണാനേ ഒരു രസമാണ്. എന്താണെന്നറിയോ? എന്താണ്? മുഹമ്മദ് അലി എപ്പോഴും നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഡ്രസ്സിനെ മാച്ച് ചെയ്താ വരുന്നത്. അവരോട് യോജിച്ച് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആശയപ്പാടുണ്ടാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സീസൺ 2ഉം സീസൺ 7ഉം തമ്മിൽ എന്ത് ഡിഫറൻസാ മുഹമ്മദ് അലിക്ക് തോന്നിയത്? വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അന്ന് നമ്മളുണ്ടായ അതേ പിന്നെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവരും എടുക്കുന്നത്. ഇല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടെ നല്ലല്ലേ? അങ്ങനെയാണോ? എല്ലാ കുട്ടികളും നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാൻഡ്ര, ഇനി മുഹമ്മദ് അലിയുടെ കൂടെ പാടുന്നതിന് മുമ്പ് ഞാനൊരു ടിപ്പ് ഫ്രീ ആയിട്ട് തരാം. മുഹമ്മദ് അലി നല്ലൊരു സിംഗറാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, പക്ഷെ നല്ലൊരു പെർഫോമറാണ്, ഡാൻസറാണ്, ഫുൾ എനർജിയാണ്, നല്ല സ്റ്റേജ് പ്രസൻസ് ആണ്. അപ്പം നമ്മുടെ കുട്ടികളെ പറ്റിയിട്ട് അയ്യേ എന്ന് പറയിപ്പിക്കരുത്. ഇല്ല, പിടിച്ചു നിന്നോളാം. സാൻഡ്ര സംഭവമായിരിക്കും ഇത്. ഈ സോങ് സൂപ്പർ ആയിരിക്കും. കാരണം അത്രയും കോച്ചിങ് എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അവള് നന്നായിട്ട് പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ സാൻഡ്ര നല്ല കോംപ്ലിമെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ, എന്നും കരിമിഴിയിൽ കമറൊളിയായി നീ എത്തും ചാരേ, നീ വാ വാ പൂവേ എന്നിണയാകാനാ, മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ. ജാലേ അഞ്ചുന്ന പൂമുഖമാലേ നീ എന്നുള്ളിൽ പൂക്കുന്ന മോഹം കണ്ടു, പിന്നെ എന്നുള്ളിൽ പൂക്കുന്ന മോഹം കണ്ടു. എന്നും കരിമിഴിയിൽ കമറൊളിയായി നീ എത്തും ചാരേ, മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ. സുവർഗത്തിലൊന്നായി തീരുവാൻ
കൊതിക്കയായി എന്നെ എന്നെന്നും നൽകുള്ളം കൊതിക്കയായി എന്നും കരിമിഴിയിൽ കമറുളിയായി നീ എത്തും ചാരി മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ എന്നും കരിമിഴിയിൽ കമറുളിയായി നീ എത്തും ചാരി നീ വാ വാ പൂവേ എന്നിണയാകാനാ മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ നിനവാലെ കളിയോല പന്തൽ നമ്മൾ തീർത്തതല്ലേ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടുപേരും സ്റ്റേജ് കയ്യിലടക്കി. നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സാൻഡ്രയുടെ സ്റ്റെപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഹമ്മദ് അലിയുടെ കൂടെ നിന്നു. ഇനി പാട്ടിലേക്ക് നമുക്ക് പോകാം. സജിലത്ത, നന്ദിനി ചോദിച്ചില്ലേ സീസൺ 2 ആണോ സീസൺ 7 ആണോ നല്ലത്? സീസൺ 2 തന്നെയാണ് അല്ലേ മുഹമ്മദ് അലി? എന്തുകൊണ്ടാ? നമ്മൾ ഒരുമിച്ച് കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നത് അതന്നെയാണ് ബെസ്റ്റ് എപ്പോഴും അല്ലേ? നമ്മൾ സമ്മതിക്കില്ല അല്ലേ? ഇല്ല നമ്മളും സമ്മതിക്കില്ല. എന്തൊക്കെയുണ്ട് മുഹമ്മദ് അലി വിശേഷം? സുഖം സജല. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഫ്ലോറിൽ കാണാൻ സാധിച്ചതിൽ. കാരണം നമ്മൾ കുറേ സ്റ്റേജിലൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട്. ഇവിടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ മുഹമ്മദ് അലീൻ്റെ കഴിവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും ബെസ്റ്റ് സിംഗിങ് കാഴ്ചവെക്കുന്ന ഒരു ആൾ തന്നെയാണ്. ഇപ്പം പെർഫോമൻസ് ഒക്കെ ചെയ്ത് പാടാൻ തുടങ്ങി. അപ്പോഴൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നല്ല പ്ലസന്റ് ആയിട്ടാണ് പാടുന്നത്. അതെ, ഇപ്പോഴെന്തായാലും പിടിച്ചേക്കണമെങ്കിൽ പെർഫോമൻസ് ഇല്ലാണ്ട് പറ്റില്ല എന്നായി. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാന്ദ്രയെ. നന്നായിട്ട് പാടിയിട്ടുണ്ട്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹസീന വേത്തനൊക്കെ സുഖാണോ? സുഖാണ്. എൻ്റെ അന്വേഷണം പറയണം. ഇനി സാന്ദ്രയിലേക്ക് വരാം. ചിങ്കി, നന്നായി പാടാൻ പറ്റിയോ? ഏതാണ്ടൊക്കെ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. നന്നായി തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് അലി പാടിയിട്ട് ചിങ്കി പാടുമ്പോൾ കുറച്ച് ആ സംഗതികളൊന്നും വന്നില്ലെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ടാണ് പാടിയത്. കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണാനും നല്ല ഇന്നും എപ്പോഴും പോലെ തന്നെ സുന്ദരിയായിട്ടുണ്ട്. ചിങ്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ചിങ്കി ചിരിച്ചുകൊണ്ടാണ് പാടുക. എപ്പോഴും നല്ല പ്ലസന്റ് ആയിരിക്കും. അങ്ങനെ തന്നെ പാടിക്കോളൂ കേട്ടോ. കാരണം അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്സിങ് വന്നാൽ പോലും ആ ചിരിയിൽ അങ്ങ് മാറ്റി കിട്ടിക്കോളൂ. ഓക്കെ, ചിരിച്ചുകൊണ്ട് പാടും എപ്പോഴും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സജിലത്ത. അബൂട്ടി മാഷേ. സാന്ദ്ര ചിങ്കി. മോമാലി അടിച്ചു പൊളിച്ച് പാടി കേട്ടോ. രണ്ടുപേരും, മോമാലി മാത്രമല്ല. പിന്നെ അതിലേറ്റവും ഇഷ്ടമായത് എനിക്ക് എവിടെയാണ് മോള് പാടി ആ നീ വാ വാ പോവേ ആ സ്ഥലം. മോമാലിയും ആ സംഗതികൾ അവിടെ നല്ല രസമായിട്ട് പാടി. പാട്ടിൽ അങ്ങനെ കുറ്റമൊന്നും പറയാൻ എനിക്കില്ല. നിനവാലെ കളിയോല പന്തൽ നമ്മൾ തീർത്തതല്ലേ. ആ തീർത്തതല്ലേ എന്നില്ല കമ്പോസിങ് ഉണ്ടല്ലോ. നമ്മള് കൊച്ചിൻ ഷെരീഫാണ് അല്ലേ? ഷമീറ ഷെരീഫ ഷമീർ. നല്ല കമ്പോസിങ് അതിനവിടെ. അവിടെ ആ തീർത്തതല്ലേ അങ്ങോട്ട് ജോയിന്റ് ആക്കുന്ന സ്ഥലമല്ല. ഒന്ന് പാടി കേൾക്കട്ടോ. മുഹബത്തിൻ രണ്ടുപേരും പാടി. മുഹബത്തിൻ മുതൽ. മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതുപോലെ ലാസ്റ്റിലും എല്ലാം എവിടെയും ഞാൻ എവിടെയും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഒന്നും കൂടെ മോള് പാടുമ്പോൾ ചിരിച്ചു പാടുന്ന സജില പറഞ്ഞ് ചിരിച്ചു പാടുന്ന നല്ല രസമുണ്ട് കാണാൻ. ശോകഗാനം പാടുമ്പോൾ ചിരിച്ചു പാടരുത് കേട്ടോ. അത്രയേ പറയാനുള്ളൂ അല്ലേ? ഒന്നാ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അബൂട്ടി മാഷേ. മുസാക്ക. മുഹമ്മദ് അലിൻ്റെ ഒപ്പം പാടിയോണ്ട് ബെസ്റ്റായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി. അത് മുഹമ്മദ് അലിയാണ് അതിൻ്റെ ഒരു കാരണക്കാരൻ. കഴിഞ്ഞ പ്രാവശ്യം പാടിയിടം ഷിങ്കിൻ്റെ ഇങ്ങനൊന്നല്ല പാടി. അപ്പം നല്ലൊരു കോച്ചിങ് കിട്ടിക്കൊണ്ടുള്ള നല്ല കോച്ചിങ് കിട്ടി നന്നായിട്ട് പാടാൻ കഴിവുണ്ടെന്നതിൻ്റെ തെളിയിപ്പം. അതുകൊണ്ട് എപ്പം പാട്ട് പഠിപ്പിക്കും നല്ലപോലെ പഠിക്കാൻ.
ഇതിന് പാടുമ്പോൾ നല്ലൊരു ഇയാളൊരു സ്വന്തം ശൈലിയിലുള്ളൊരു പാട്ടുകാരനാണ് മുഹമ്മദ് അലി. മറ്റൊരു പാട്ടുകാരനെ അനുകരിച്ച് പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. അധികം പാട്ടുകാർക്ക് ഇന്നത്തെ ഈ യുവാക്കളായ പാട്ടുകാർക്ക് കേൾക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്തൊരു സംഭവം. എല്ലാ ആൾക്കാരും ഓരോരോ പാട്ടുകൾ പാടുമ്പോൾ ആ പാട്ടിനെ അനുകരിച്ച് ആ പാട്ടുകാരനെ അനുകരിച്ച് പാടും. അയാളെ സ്വന്തം ശബ്ദം വരണം, എന്നാലും അതിന് വ്യക്തിത്വം ഉണ്ടാകും. ഇപ്പോൾ മുഹമ്മദ് അലി ഒരു പാട്ടുകാരനായിട്ട് വരുമ്പോൾ വെച്ചാൽ ഏറ്റവും മുസന്നമാരി പാടിയെന്ന് പറയുമ്പോൾ മോശമല്ലേ, അല്ലെ കണ്ണൂർ ഷെരീഫിൻ്റെ മാരി പാടി മോശമല്ലേ. മുഹമ്മദ് അലീൻ്റെ ശബ്ദത്തിൽ പാടണം, മുഹമ്മദ് അലീൻ്റെ പാട്ടുകാരനായിട്ട് തന്നെ വരണം. അതെല്ലാ പാട്ടുകാരോടെയും പറയുന്നു. അതുകൊണ്ട് അത് നല്ലൊരു കോച്ചിങ് കിട്ടി. സാന്ദ്ര വളരെ ഗംഭീരമായിട്ട് പാടി. നേരത്തെ ഇയാൾ അബൂട്ടി മാഷ്മാർ എല്ലാ പാട്ടും ചിരിച്ച് പാടണ്ട, സങ്കടപ്പെട്ട പാടുന്നതിന് ചിരിച്ച് പാടിയ പിന്നെ നമുക്ക് തീരെ സങ്കടം വരില്ല. അതുകൊണ്ട് സങ്കടപ്പെട്ട പാട്ട് സങ്കടത്തോട് കൂടി തന്നെ പാട്. ചിരിച്ച് പാടുന്നത് സജില പറഞ്ഞ പോലെ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ പാട്. നല്ലോണം പാട്ട് പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും. ഓക്കെ. താങ്ക് യു മാഷെ. ശരി. താങ്ക് യു മൂസക്ക. സാൻഡ്രയുടെ മാർക്സിലേക്ക് പോകാം. സജിലാത്ത 17.5. അബൂട്ടി മാഷെ 40-ൽ 36.5 മാർക്ക്. മൂസക്ക 40-ൽ 36 മാർക്ക്. സാൻഡ്രയുടെ ടോട്ടൽ മാർക്സ് 90 out of 100. താങ്ക് യു സോ മച്ച്. മലിക്ക ഒരുപാട് താങ്ക്സ്. ഞാൻ എൻ്റെ ഗ്രൂമർ അഷ്റഫ് ക, ബഷീർ ക, കമറുക്ക, എനിക്ക് ഒരുപാട് ചേഞ്ചാണ് വന്നത്. ഒരുപാട് താങ്ക്സ്. അപ്പൊ സാൻഡ്ര നന്നായിട്ട് പാടി. മുഹമ്മദ് അലി, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ പാർട്ടിസിപ്പൻസിനെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ഓൾ ദി ബെസ്റ്റ്. Hello YouTube, my name is Lakshmi Menon. So last week was Children's Day. I had a talk with an old friend of mine. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ ഓർത്തത്, കുറേ പൊട്ടത്തരങ്ങൾ ഓർത്തത്. നമ്മൾ കുട്ടിക്കാലത്ത് ശരിയെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വലുതായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും തെറ്റാണെന്ന്. So that is this whole video is going to be about my childhood myths. ഞാൻ ഡയറ്റ് എടുക്കാറില്ല, ഇന്നേ വരെ ഡയറ്റ് എടുത്തിട്ടില്ല. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുക. ശരിയായില്ല? ഒന്നുകൂടി നെയിൽ പോളിഷ് വന്നാ ഒക്കെ കറക്റ്റ് അല്ല? ഒന്നുകൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നെസ് കുറച്ച് കൂട്ടണേ പ്ലീസ്.